ഹലോ, നമസ്കാരം. ഞങ്ങള് എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോ ഞാനെന്താ പറയാൻ പോണെന്ന് പറഞ്ഞാൽ നമ്മുടെ കലാപം നവാസിന്റെ മരണം. അപ്പൊ എത്രത്തോളം ആരോഗ്യത്തോടെ ഇരുന്ന ചെറുപ്പക്കാരനാണ് അല്ലേ? മനുഷ്യന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ അല്ലേ? നമ്മളൊന്ന് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം നമുക്ക് തനിയെ എണീക്കാൻ പോലും പറ്റാത്ത ചില നിമിഷങ്ങളുണ്ട്. ആണുങ്ങൾക്കൊരു ഷർട്ടിന്റെ ബട്ടൺ തനിയെ ഇടാൻ പറ്റാണ്ടാവുക, പെണ്ണുങ്ങൾക്കൊരു ഡ്രസ്സ് തനിയെ ഇടാൻ പറ്റാണ്ടാവുക, അങ്ങനെ ചില നിമിഷങ്ങളുണ്ട്. അതൊന്നും മനുഷ്യനെ ആലോചിക്കാനില്ല. ഇരിക്കുമ്പോ പരസ്പരം പറഞ്ഞിട്ടും വഴക്കൂടിയിട്ട് അടി ഇടി അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ല, ഇത്രയും ആരും ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെന്ന് പറഞ്ഞാൽ ഈ കലാഭവൻ നവാസ് ആയിക്കോട്ടെ, നാദീഷിക്ക, മറ്റേ മണിച്ചേട്ടൻ, പിന്നെ ഹരിശ്രീ മാർട്ടിൻ, അങ്ങനെ ഇവരെല്ലാരും ഒരു കോംബോ ആണല്ലോ. എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1994, 95, 96 കാലഘട്ടത്തിലൊക്കെ ഇവര് കൊത്തി നിൽക്കുന്ന സമയമാണ് കോമഡിയിൽ. അന്നൊന്നും മറ്റേ ഏഷ്യാനെറ്റും സൂര്യയും ഒന്നും കുറെ ചാനലുകളൊന്നും വന്നിട്ടില്ല. ആകെ ഉള്ളത് ദൂരദർശൻ മാത്രമാണ്. ദൂരദർശനിൽ എപ്പോഴാ അവരുടെ കോമഡി പരിപാടി വരുന്നതെന്ന് പറഞ്ഞിട്ട് അത് നമ്മുടെ വീട്ടിൽ ടി വി ഇല്ല. ഏതെങ്കിലും ഒരു വലിയ വീട്ടില് ടി വി ഉള്ളൂ. ഇപ്പൊ ടി വി പ്രചാരമായി ഇങ്ങനെ വരുന്നേ ഉള്ളൂ. അപ്പോ എന്താണ് അവിടെ ടി വി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പോയി ഇരുന്നിട്ട് കാണാൻ വേണ്ടിയിട്ട് പോയി കാത്ത് നിൽക്കുന്ന സമയങ്ങളുണ്ട്. അപ്പൊ VCRലാണല്ലോ നമുക്ക് എന്താണ് കാസറ്റ് ഇട്ട് കാണുകയല്ലേ. അപ്പോഴൊക്കെ കാസറ്റ് ഇട്ട് കാണുമ്പോ എന്താണ് ഈ ടി വി ഉള്ള വീട്ടിൽ തന്നെ VCR ഉണ്ടാവും. അപ്പൊ ഞങ്ങള് ഈ കാണാൻ പോണ കുറേ പേര് അവിടെ ഉള്ളവരെല്ലാവരും കൂടി വന്ന് ഇങ്ങനെ സിനിമ കാണാൻ ഇരിക്കും പോലെയാണ്. ഒരു സമയം നോക്കിയിട്ട് എല്ലാവരും കൂടി വന്നിരുന്നിട്ട് കാണുക, അതിനെ കുറിച്ച് ചർച്ച ചെയ്യുക. അപ്പൊ അങ്ങനെയൊക്കെ അപ്പൊ കാണാൻ പോണവരെല്ലാവരും ഇങ്ങനെ സിനിമ കാസറ്റും അങ്ങനെ എല്ലാവരും പോയി എടുത്തുകൊണ്ട് വന്നിട്ട് കാണാറുണ്ട്. അപ്പൊ ഞാൻ എടുക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ കൂടുതൽ എടുത്തിട്ട് വരിക, ഞാൻ കോമഡി എടുത്തിട്ട് വരിക. കോമഡിന്റെ കാസറ്റ് പോയി എടുത്തിട്ട് വന്നിട്ട് അവരുടെ അവിടെ VCRൽ ഇട്ടിട്ട് അത് കാണുന്ന ആ ഒരു കാലം എന്താണ്. അപ്പൊ ഇവരൊക്കെ നമ്മുടെ മുമ്പ് ഇങ്ങനെ വളർന്നു വന്ന നവാസിന്റെ കല്യാണം ആയിക്കോട്ടെ, എന്താണ് ആ കുട്ടിയായിട്ടുള്ള അതൊക്കെ നമ്മളിങ്ങനെ വായിച്ചിട്ടും കണ്ടിട്ടും എന്താണ് നേരിട്ട് അറിയില്ലെങ്കിലും ഈ പേപ്പറിലൂടെയാണെങ്കിലും ന്യൂസിലൂടെയാണെങ്കിലും ഒക്കെ ഇങ്ങനെ കണ്ടു വളർന്ന അത്രയും നമ്മൾ ഈ മണിച്ചേട്ടനെ പോലെ ഇവരൊക്കെ ആയിട്ടും അറ്റാച്ച്ഡ് ആയിട്ടായിരുന്നു. മണിച്ചേട്ടനെ ചോദിച്ചപ്പോഴും എനിക്ക് മാസക്കണക്കിന് ഭയങ്കര വിഷമമായിരുന്നു. ആരോ കൂടപ്പറപ്പ് നഷ്ടം എന്ന പോലെ. ഞാനിവിടെ അമ്മ വയ്യാണ്ടിരിക്കുന്ന കാരണം അമ്മക്ക് രാത്രി ആയി കഴിയുമ്പോ എന്താണ് 2-3 പ്രാവശ്യം ബാത്റൂമിലേക്ക് പോകണം അമ്മയ്ക്ക്. അപ്പൊ അമ്മ 2-3 പ്രാവശ്യം ബാത്റൂമിൽ പോകുമ്പോൾ ഞാനും അതേപോലെ എണീറ്റിട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഞാനും കൂടും. അമ്മ എത്ര പ്രാവശ്യം എണീക്കണ്ട അത്ര പ്രാവശ്യം ഞാനും എണീക്കണം. അപ്പൊ അങ്ങനെ എണീറ്റിട്ട് വെളുപ്പിന് 3 മണിയായപ്പോ അമ്മ എണീറ്റ് ബാത്റൂമിൽ പോയി വന്നിട്ട് അമ്മ കിടന്നു കഴിഞ്ഞിട്ട് ഞാൻ കിടന്നു കഴിഞ്ഞിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല. അപ്പൊ ഞാൻ മൊബൈല് എടുത്ത് എന്താണ് നെറ്റ് ഓൺ ചെയ്തിട്ട് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തപ്പോഴുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് പ്രണാമം ഇട്ടിട്ടില്ല. 10:30 ഞങ്ങൾ കിടക്കണ വരെ ഒന്നും പറയുന്ന കേൾക്കൊന്നും ചെയ്തില്ല കേട്ടോ. ന്യൂസ് അപ്പൊ വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതാണ് സത്യം. അപ്പൊ അറിഞ്ഞില്ല, മൊബൈലിലും അങ്ങനെയൊന്നും കണ്ടില്ല, ഒരാളും ഇട്ടില്ല. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ കണ്ടപ്പോ പെട്ടെന്ന് ഭയങ്കര സങ്കടമായി പോയി. സങ്കടം മീൻസ് എന്റെ ഒരു കൂടെ പുറപ്പോ എന്റെ ഒരു ആങ്ങളെയോ എന്റെ പരിസരത്തുള്ള ഏതും ഒരാൾ മരിച്ചവര് പോലെ അത്രയൊരു വിഷമം. കുറേ നേരത്തിന് ഷോക്കായി പോയി. ഞാൻ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അപ്പൊ ഞാനും ഇത് സത്യമാണെന്ന് അറിയാണല്ലോ. എന്നിട്ട് ഞാൻ അപ്പൊ തന്നെ യൂട്യൂബ് എടുത്തിട്ട് ലൈവ് ന്യൂസ് വെച്ച് നോക്കി. 24 ആണ് കിട്ടിയത്. അത് വേഗം എടുത്തു വെച്ച് നോക്കിയപ്പോണ്ട് അതിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഹോട്ടൽ മുറിയിൽ മരിച്ചു കിടക്കും പറഞ്ഞിട്ട്. നല്ല ആരോഗ്യമുള്ള മനുഷ്യനാണ്. നാദിഷ്ടൊക്കെ ഇട്ടിരിക്കുന്നത്. എന്താടാ നീ ഇത്ര വേഗം പോയത് എന്ന് ചോദിച്ചിട്ട് അവൻ നല്ലോണം ആരോഗ്യം ശ്രദ്ധിക്കും. പക്ഷെ ആരോഗ്യം ശ്രദ്ധിച്ചിട്ടോ ആക്കിയിട്ടോ ഒന്നും കാര്യമില്ല. പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് പറയുമ്പോ നമ്മളോട് ഒന്ന് ഓർക്കുക, മനസ്സിലായില്ലേ? ഒന്നും കാലിടറി വീണ നമുക്ക് എണീക്കാൻ പോലും പറ്റില്ല. ഒരു പനി അല്ലെങ്കിൽ ഒരു ജലദോഷം അല്ലേ, മലപോലെ ഇരുന്ന മനുഷ്യനല്ല. അന്ന് മുഴുവൻ ഷൂട്ടിങ് കഴിഞ്ഞ് പോയിട്ട് എന്തായാലും എന്റെ ഭാഗത്തുനിന്ന് എന്താ ആദരാഞ്ജലിയുടെ സഹോദര അല്ലെങ്കിൽ ഖത്തറയിൽ പറയാം. അതിന്റെ കുടുംബത്തിനും കുട്ടികൾക്കും അതൊക്കെ താങ്ങാൻ സർവേശ്വരൻ ഇത് കൊടുക്കട്ടെ എന്ന് വിചാരിച്ചു. നമുക്ക് ഇത്രയും നേരിട്ട് കണ്ടിട്ടില്ല, നേരിട്ട് അറിയില്ല. ഈ മീഡിയയിലും പേപ്പറിലും ഇതിലും ഒക്കെ കണ്ടിട്ട് നമുക്ക് ഇത്ര വിഷമമുണ്ട്, അവര് കുടുംബക്കാർക്ക് എത്ര വിഷമം ഉണ്ടാവും നോക്ക്.
എന്താ ഫീമെയിൽ വോയിസ് സുശീലാമ്മന്റെ ഒക്കെ പാട്ട് പാടാൻ കറക്റ്റായിട്ട് അത്ര കേട്ടിരിക്കാൻ നമുക്ക് ഇത്ര അവര് പാടുമ്പോൾ അത്രയൊക്കെ പാടാൻ നല്ലൊരു കലാകാരനായിരുന്നു അല്ലേ നവാസ്. ഓരോ പരിപാടികളും ഞാൻ മിസ് ചെയ്യാറേ ഇല്ല. എന്തോ ഒരു ഇഷ്ടമാണ് അവര് ഇന്റർവ്യൂ ആയിക്കോട്ടെ. അങ്ങനെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വളർന്നു വന്ന പിള്ളേരായിട്ടായിരിക്കാം, പിള്ളേര് പറയാൻ പറ്റില്ല, എന്താ അങ്ങനെ ഒരു ഭയങ്കര ഒരു ഫ്രണ്ട്സിനെ പോലെയുള്ള ഒരു അറ്റാച്ച്മെന്റോ എന്തൊക്കെയോ കാരണം ഭയങ്കര വിഷമമായി എന്ന് പറയുമ്പോൾ നമ്മള് പരസ്പരം അങ്ങോട്ടും കൂടെ അഹങ്കരിക്കാതിരിക്കുക, കിട്ടുന്ന സമയം എൻജോയ് ചെയ്യുക. ഇന്ന് ഫുള്ളാക്കി മുഴുവനാക്കാൻ പറ്റിയ നമുക്ക് ഇന്നത്തെ ദിവസം നമ്മൾ ഫുള്ളായിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്ന് നമുക്ക് അഹങ്കരിക്കാൻ പാടില്ല. പറ്റിയാ പറ്റും, അത്രേ ഉള്ളൂ. അപ്പോ എന്റെ ആദരാഞ്ജലിയോ പ്രണാമം സഹോദര.